LDF, UDF, NDA തുടങ്ങിയവയൊക്കെ എന്താണെന്നൊരു ചെറിയ സംശയം. ചില പൊതു മിനിമം പരിപാടികളുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചതോ അംഗീകരിക്കാത്തതോ ആയ പാർട്ടികളുടെ പൊതുനാമമാണ് മുന്നണി. അവർക്ക് പ്രത്യേക അസ്തിത്വമൊന്നുമില്ല. ഒരു മുക്കൂട്ട് സംഘം അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നേതൃത്വം നൽകുന്ന കക്ഷിക്ക് ഇഷ്ടമുള്ളവരെ ആരെ വേണമെങ്കിലും വിളിച്ചു കൂടെ കയറ്റാം. വലിയേട്ടനെന്ന് സ്വയം അവകാശവാദം പറഞ്ഞ് നടക്കുന്നവന് ഇത്തിരി ഇഷ്ടക്കുറവുണ്ടായാൽ ഉടൻ ചവിട്ടി പുറത്താക്കുകയും ചെയ്യാം. ഇതിൻ്റെ പേരാണ് മുന്നണി രാഷ്ട്രീയം അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. കാരണം അനുഭവങ്ങൾ കണ്ടതും കേട്ടതുമെല്ലാം അങ്ങനെയാണ്. ഇത് പറയാൻ കാരണം UDFൽ നിന്ന് ജയിച്ച ചാഴിക്കാടൻ കാലുമാറി എന്നുള്ള പ്രചാരണമാണ് കോട്ടയത്ത് വ്യാപകമായി നടക്കുന്നത്. സത്യത്തിൽ ആ പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. കാരണം ചാഴിക്കാടൻ ജയിച്ചത് UDFൽ നിന്നല്ല, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നാണ്. ആ പാർട്ടിയെ അപ്പടി UDF മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയപ്പോൾ തനിക്ക് സീറ്റ് തന്ന മാണി ഗ്രൂപ്പിനെ ഉപേക്ഷിച്ച് മുന്നണിയുടെ കൂടെ നിന്നില്ല. ഇതല്ലേ ചാഴിക്കാടൻ ചെയ്ത തെറ്റ്? ആണ്ടിലാണ്ടിൽ പൂർവാധികം ഭംഗിയോടെ കേരള കോൺഗ്രസ്സുകാർ നടത്തി വരുന്ന പിളർപ്പ് മഹോത്സവത്തിൽ ചാഴിക്കാടൻ മുഖ്യധാരയിൽ നിന്നു. മുന്നണിയോ രാഷ്ട്രീയമോ നോക്കാതെ കറക്കുന്ന പശുവിനെ അടിച്ചോടിച്ച് വിത്തുകാളെ കൂടെ നിർത്തിയ കോൺഗ്രസ് എന്നിട്ടോ 2021 തോൽവിയോടെ വിലാപഗാനം പാടാനും തുടങ്ങി. ഓരോ നേതാക്കളും ഇടയ്ക്കിടെ പറയും മാണി ഗ്രൂപ്പും UDFൻ്റെ ഭാഗമാണെന്ന്. സത്യത്തിൽ UDF എന്ന മുന്നണി ഇരട്ടിൽ തപ്പുകയല്ലേ? ചാഴിക്കാടൻ വന്ന വഴികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ചാഴിക്കാടൻ ഇതുവരെ പാർട്ടി മാറിയിട്ടില്ലെന്ന്. 90കളുടെ ആരംഭത്തിൽ കോട്ടയത്ത് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച സ്ഥാനാർത്ഥി ബാബു ചാഴിക്കാടൻ്റെ സഹോദരനാണ് CC തോമസ് എന്ന് അന്നുവരെ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ തോമസ് ചാഴിക്കാടൻ. തുടർന്ന് വന്ന ഏറ്റുമാനൂർ ഉപതെരഞ്ഞെടുപ്പിൽ KM മാണി ബാബുവിൻ്റെ സഹോദരൻ CC തോമസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ ബോധമുള്ള പാലായിലെ ഒരു പാർട്ടി പ്രവർത്തകനാണ് CC തോമസിനെ തോമസ് ചാഴിക്കാടനായി പുനർനാമകരണം നടത്തി അവതരിപ്പിച്ചത്. അന്നു മുതൽ ഇന്നോളം തോമസ് ചാഴിക്കാടൻ ഇരുന്നതും കിടന്നതും നടന്നതും രണ്ടിലെയും പേറി മാത്രമാണ്. എന്നിട്ടും പറയുന്നു ചാഴിക്കാടൻ ചതിച്ചു, ചാഴിക്കാടൻ മുന്നണി മാറിയെന്ന്. ജനാധിപത്യ സംവിധാനങ്ങളിൽ മുന്നണിക്ക് പ്രസക്തിയില്ല എന്ന് ഇവരൊക്കെ എന്ന് തിരിച്ചറിയും? വ്യക്തമായ നയപരിപാടികളോ എഴുതി വച്ച ചട്ടക്കൂടോ ഇല്ലാത്ത മുന്നണി സംവിധാനം ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് മാത്രമാണ്. അതിൽ നിന്നൊരു പങ്കാളിയെ ചവിട്ടി പുറത്താക്കിയിട്ട് വിലപിക്കുന്ന പങ്കാളിയെ വല്ല മാനസിക രോഗാശുപത്രിയിലും കൊണ്ടിടണം. അല്ല എങ്കിൽ വഴിവക്കിൽ വാക്കത്തേക്ക് പങ്കാളികളെ കഴുത്തിനു വെട്ടിയ കഥകൾ പോലെ പലതും പുറത്തു വരും. കൈപിടിച്ച് കളത്തിൽ കൊണ്ടുവന്ന കാലുമാറാത്ത എതിർ സ്ഥാനാർത്ഥിയുടെ കഥകൾ അന്വേഷിച്ച് ഒരുപാട് പുറകോട്ട് പോകേണ്ടതില്ല. എല്ലാം ഈ അടുത്ത കാലത്ത് നേരിൽ കണ്ടതാണ്, കേട്ടതാണ്. 2016 പുതിയ പാർട്ടി ഉണ്ടാക്കിയതും അവർക്ക് LDF വിജയസാധ്യതയുള്ള 4 മണ്ഡലങ്ങൾ നൽകിയതും അതിൽ കോതമംഗലത്ത് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ തൻ്റെ സുഹൃത്തിനെ തോൽപ്പിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇടുക്കിയിൽ പോയി റോഷി അഗസ്റ്റിനെ കടിച്ച് പല്ല് കളഞ്ഞതും ആരും മറക്കാൻ സമയമായിട്ടില്ല. തുടർന്ന് താൻ എന്നും എതിർത്തിരുന്ന മാണിയുടെ മകൻ്റെ പാർട്ടിയിൽ ലയിക്കാൻ ശ്രമിച്ചതും മാണിയുടെ മകൻ ജോസ് കെ മാണി സമ്മതിക്കാതിരുന്നതും ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഒരു ഗതിയുമില്ലാതെ തിരിച്ച് ജോസഫ് ഗ്രൂപ്പിലെത്തിയതും ഇടുക്കിയിൽ വീണ്ടും വീരചരമം വരിച്ചതും ചരിത്രം. ഇനി കോൺഗ്രസ് പറ, കാലുമാറുന്നത് ചാഴിക്കാടനോ അതോ നിങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയോ? ഒന്നിനും പോരാഞ്ഞിട്ട് ചിഹ്നമില്ലാതെയാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. ആരെങ്കിലും വേലിക്കപ്പുറം നിന്ന് ഇത്തിരി പച്ചപ്പുല്ലോ പ്ലാവിലയോ കാണിച്ചാൽ വട്ടക്കയറുമായി പോകാനുള്ളതേയുള്ളൂ. ഒരിക്കൽ വേലി ചാടി രുചിയറിഞ്ഞ കൗസല്യ അത് തുടർന്നുകൊണ്ടേയിരിക്കും, ഒരിക്കലും മറക്കില്ല. പറഞ്ഞിട്ട് കാര്യമില്ല.